എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമുക്ക് നല്ല മഴ പെയ്തു കേട്ടോ. രാത്രി നന്നായിട്ട് മണ്ണ് തണുക്കാൻ പാകത്തിന് പെയ്തു. നമ്മുടെ പയറിൻ്റെ എല്ലാ തൈകളൊക്കെ നല്ല ഇതായിട്ടിരിക്കണം കണ്ടോ, നന്നായിട്ട് നനഞ്ഞ്. ഇപ്പോൾ ദാ മഞ്ഞൊക്കെ പോയി പതിയെ വെയിലെളിയാൻ തുടങ്ങും കേട്ടോ. ഓക്കെ, കൊക്കോയുടെ പൂവൊക്കെ ഉണ്ടായിക്കണം. നോക്കി ഉണ്ടോ, നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഈ കൊക്കോക്കയൊക്കെ നന്നായിട്ട് പിടിച്ചോളുമായിരിക്കും. പൂവൊക്കെ നന്നായിട്ട് തണുപ്പൊക്കെ ആയില്ലേ. പക്ഷെ കൊക്കോയുടെ വിലയൊക്കെ കുറഞ്ഞു പോയിട്ടോ, അത് വേറെ കാര്യം. നമ്മുടെ ചക്കയൊക്കെ പെട്ടെന്ന് മൂത്ത് വരും. അപ്പം അതേ നമ്മുടെ ബീൻസ് മൂത്ത് കിടക്കണ്ടല്ലോ, അതൊന്ന് പറിച്ചെടുക്കാം. ഞാൻ കത്രിക എടുത്തില്ല, ആരില്ല കഴിക്കാൻ എടുക്കാമല്ലേ. ഇത്രയും ബീൻസ് കിട്ടിയ ഇന്ന് ഉച്ച തൊട്ട് നല്ല മഴയാട്ടോ, മഴയോട് മഴ, നല്ല മഴക്കാലം കൂട്ടായി. അപ്പോൾ നമ്മൾ മഴ പെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വളയിടൽ തുടങ്ങൂലേ, അല്ലെങ്കിൽ മഴ പെയ്തതിന് ശേഷം ഞാനും വളയിടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ വളം ഉണ്ടാക്കണം ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് പോയി കാണണം കേട്ടോ. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു മണിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ഒരു 3 മണിയൊക്കെ വരെ പെയ്തു. വീണ്ടും ചാരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനൊരു വളം ഇടണേ കേട്ടോ. നമ്മളെല്ലാവരും രാസവളമൊക്കെ ഇടും, ഞാൻ ഇമാതിരിയുള്ള വളമായിട്ട് ഇടണേ. ഇതെന്നെ വന്ന് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അവിടെ കരിയാപ്പിനൊക്കെ ഇട്ടായിരുന്നു. ഇത് നമ്മുടെ പൊന്നൂസിൻ്റെ പയർ കണ്ടോ, അത് മണ്ണൊക്കെ ഇളക്കിയപ്പോൾ അത്യാവശ്യം നന്നായി കണ്ട്. പയറുണ്ട്, ബീൻസുണ്ട്. അപ്പോൾ ഇതിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്കൊരു വിഷയമില്ല കേട്ടോ, ദോഷമൊന്നുമില്ല. ഇത് മഴ പെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ മഴ അങ്ങ് പെയ്തപ്പോൾ ഇടുവാണെങ്കിൽ മണ്ണുമായിട്ട് അങ്ങ് ഇതായിക്കോളൂലോ, പെട്ടെന്ന് ഫ്രൂട്ട്സൊക്കെ വരുമല്ലോ എന്ന് ഓർത്ത് ഞാനിന്ന് ഇട്ട് കൊടുക്കണേ. ഇത്തിരി മണ്ണും കൂടെ ആ ചെറിയ പയറിന് ഒന്ന് ഇട്ട് കൊടുക്കണം. അവിടെയൊക്കെ മുളക് കാന്താരിച്ചീനി നിൽക്കുന്നുണ്ട് കേട്ടോ. കാന്താരിയല്ല, കൊമ്പമുളകിൻ്റെ. അവരും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിച്ച മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ഒത്തിരി മണ്ണ് പൊട്ടിക്കണില്ല ഞാൻ, കാരണം ഇവിടെയൊക്കെ കോവലം നട്ട് പതിയെ മുളയായിട്ടുണ്ട്. ജസ്റ്റ് ഒരു മണ്ണ് ഒന്നിടണുള്ളൂ കേട്ടോ. ഇപ്പോഴും പതിയെ മഴ ചാറിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് തണുത്ത് ഉണ്ടോ. ഞാൻ പയർ നട്ടത് മഴ പെയ്തപ്പോൾ കയറി വന്ന കേട്ടോ. അപ്പോൾ അതാ കൊമ്പം മുളക് ചീനിയില ചുറ്റി അതും കൂടെ നിറയും. അത് കായ്ച്ചു തുടങ്ങിയതാട്ടോ. കമ്പ് കുത്തി കൊടുക്കുവാണെങ്കിൽ ഇതൊക്കെ ഈ നീളമുള്ള പയറില്ലേ, അതിൻ്റെയാണ്. കണ്ടോ, അത് പൂവിട്ടതാകണ്ട, പൂവിട്ടിട്ടുണ്ട്. ഇനി മഴയൊക്കെ പെയ്യണോണ്ടേ വളമിട്ടുകൊണ്ട് കയറി പോന്നോളൂ. കണ്ടോ നമ്മുടെ ഇതേൽ തന്നെ ഈ ഇരിക്കണേ. ഉണ്ടോ, ഈ മുളകേൽ കണ്ടോ ഒരു സാധനം ഇരിക്കണം. ഇത് നശിപ്പിക്കണ സാധനമൊന്നും അറിയത്തില്ല. ഇതാ ഉണ്ടോ, ഇതിലൊക്കെ കുറേ ഇരിക്കുന്നുണ്ട്. ഇതാ ഉണ്ടോ, ഇതാ അത് പോകണമെന്നില്ല കേട്ടോ. ഇതിലൊക്കെ ഇരിക്കണുണ്ടോ. 1 2 3 4 5 6 വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അത് പറന്ന് പോകണമൊന്നുമില്ല. ഇതാ അങ്ങനെ തന്നെ ഇരിക്കുക. ഇതിനും കൂടെ ഒരു കമ്പ് നട്ടി കൊടുക്കട്ടെ. അതിൽ പൂവൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പം മഴ പെയ്തപ്പോൾ എല്ലാം ഇനി ഓക്കെ വരുവേ. മണ്ണ് എടുത്തോണ്ട് വന്നിട്ട് കൊടുക്കണം. ഇതിന് ഉണ്ടോ, ഇതെന്നാന്നറിയോ, ഞാൻ ഈ മുളകൊക്കെ ഈ ചീനിയൊക്കെ ഉണ്ടല്ലോ ഞാൻ നട്ടതാണേ. അന്നേരം നന്നായിട്ട് മുരടിച്ച് നിൽക്കുമായിരുന്നു, വേനലൊക്കെ അല്ലായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ
നന്നായി വന്നാണ്ട് ഞാൻ ഇച്ചിരി ചാണകവെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കും കേട്ടോ. അത് അന്നേരം എല്ലാം കായ്ച്ചു. എന്താ പൂ കുത്തിയേക്കണുണ്ടോ, അതും കായ്ച്ചു തുടങ്ങി. മുളകൊക്കെ ഈ ചീനിയെല്ലാം നന്നായിട്ട് വന്നു തുടങ്ങി. ഇച്ചിരി മണ്ണും കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം. എന്താ മഴ ചാറിക്കൊണ്ടിരിക്കുവാണേ. ഞാനത് പെട്ടെന്ന് വന്ന് ഞാൻ വളം ഇട്ട് കൊടുത്താട്ടോ. അങ്ങനെ മണ്ണുമായിട്ട് മിക്സായി പെട്ടെന്ന് റൂട്ട്സൊക്കെ വന്നോളൂല്ലോ. ഇത് നമ്മുടെ കോവല നോക്കി നമ്മുടെ വലയിലൊക്കെ കയറിയിട്ടോ കോവയ്ക്കൊക്കെ കായ്ക്കുന്നുണ്ട്. കാരണം നല്ല വെയിലൊക്കെ അല്ലേ, പകൽ നല്ല വെയിലാട്ടോ. ഈ മാതിരി മഴ പെയ്താലുണ്ടെങ്കിൽ പകൽ നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് കോവലൊക്കെ മുട്ടാൻ തോറും പൂവിടണ്ടേ. ഇങ്ങോട്ട് ചാടി വന്ന് നമ്മുടെ പുതിയ വലയൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ട്. നമ്മുടെ പാവലാണെങ്കിൽ അങ്ങ് വലയിൽ കയറിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ഓർത്തപ്പോൾ നമ്മുടെ കോവല എന്തായാലും പെട്ടെന്ന് കയറി എൻ്റെ ഉണ്ടാവും. ഞാൻ ഇത് വെട്ടിക്കൊടുത്തത് കോവലെന്താ ഇവിടെയൊക്കെ പൊടിച്ചു എൻ്റെ. ഇതെങ്ങനെയെങ്കിലും അവിടെയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. ഒരു മയത്തിന് പിടിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഒടിഞ്ഞു പോകും. അതുപോലെ തന്നെ ഞാൻ കുറേ കോവലൊക്കെ കുറച്ച് കണ്ടൊക്കെ എവിടെയൊക്കെ നട്ടിട്ടുണ്ട്. സദ്യ മുള പൊട്ടി വന്നു തുടങ്ങി, കാണാൻ മാത്രമായില്ല. ഭയങ്കര ശല്യം കേട്ടോ. ഒരു പുഴു കണക്കിനൊരു സാധനം, പുഴു പോലെയല്ല, നല്ല വേറെ രീതിയിൽ. അത് ഒത്തിരി ഇങ്ങ് വന്ന് ഇതിൻ്റെ ഇല മൊത്തം തിന്ന് കളയുമായിരുന്നു കേട്ടോ. ഞാനതിന് ഒരു റെമഡി കണ്ടുപിടിച്ചത് നമ്മുടെ ചാരം തൂക്കി കൊടുത്തിട്ട് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം ഇല്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 2-3 തവണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പോയി നമ്മുടെ കരിയാപ്പൊക്കെ നല്ല ഇതായിട്ട് കയറി വരും കേട്ടോ. ഞാൻ ചെറിയ കരിയാപ്പം തൈ വെച്ചതാണ്. ഇത് കുറേ ആക്രമണങ്ങളൊക്കെ ആയിട്ടോ. ഒന്ന് നമ്മൾ ഒന്നും ഒഴിച്ചു കൊടുത്ത് ഇത്തിരി ഒരു തട്ടിടുമ്പോഴത്തേക്കും വീണ്ടും ആക്രമിക്കാനും ഉണ്ട്. അങ്ങനെ ചെയ്താൽ മതി. ഇതാണ്ടോ ഇതിങ്ങനെ പോയതാട്ടോ ഈ കരിയാപ്പ്. അങ്ങനെ ഉണ്ടോ ആ പുഴു വന്ന് നശിപ്പിച്ചാട്ടോ. പക്ഷേ ഇപ്പം അത് ഇല്ല. ഞാനത് ഒഴിച്ചു കൊടുത്തപ്പോൾ അത് ഫുള്ള് പോയി. ഇനി ഇത് അടുത്ത് തട്ടിടും. ഉണ്ടോ